വീണ്ടും വാർത്തകളിലേക്ക് പോകുകയാണ്. മഹാരാഷ്ട്ര നിയമസഭാ തെരഞ്ഞെടുപ്പ് അട്ടിമറി ആരോപണത്തിൽ രാഹുൽ ഗാന്ധിയെ ചർച്ചയ്ക്ക് ക്ഷണിച്ച് തെരഞ്ഞെടുപ്പ് കമ്മീഷൻ. വിഷയം വിശദമായി ചർച്ച ചെയ്യാമെന്നും ചർച്ചയ്ക്ക് ക്ഷണിച്ചുകൊണ്ടുള്ള കത്ത് രാഹുൽ അയച്ചെന്നും തെരഞ്ഞെടുപ്പ് കമ്മീഷൻ അറിയിച്ചു. അതേസമയം തെരഞ്ഞെടുപ്പിൽ അട്ടിമറി എന്ന രാഹുലിന്റെ ആരോപണം വീണ്ടും തെരഞ്ഞെടുപ്പ് കമ്മീഷൻ തള്ളി. സജു തോമസ് ഉണ്ട് വിവരങ്ങൾ നൽകാനായി. സജു, തെരഞ്ഞെടുപ്പിൽ അട്ടിമറി എന്ന ആരോപണം തെരഞ്ഞെടുപ്പ് കമ്മീഷൻ തള്ളിയിരിക്കുകയാണ്. ഈ ഒരു സാഹചര്യത്തിൽ കൂടിയാണ് രാഹുലിനെ ചർച്ചയ്ക്ക് വിളിച്ചിരിക്കുന്നത്. എന്നാണ് ചർച്ച? ഇതുമായി ബന്ധപ്പെട്ടുള്ള വിവരങ്ങൾ ലഭിക്കുന്നുണ്ടോ? വിശദാംശം. എന്തായാലും മഹാരാഷ്ട്രയിലെ നിയമസഭാ തെരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ട് കോൺഗ്രസ് വലിയ ആരോപണമാണ് പ്രത്യേകിച്ച് തെരഞ്ഞെടുപ്പ് കമ്മീഷന് എതിരെ ഉയർത്തിയത്. ലോക്സഭാ തെരഞ്ഞെടുപ്പിന് ശേഷം 42 ലക്ഷത്തോളം പേരെയാണ്, വോട്ടർമാരെയാണ് നിയമസഭാ തെരഞ്ഞെടുപ്പിലേക്ക് വോട്ടർ പട്ടികയിൽ തിരികെ കയറ്റുന്നുള്ള ആരോപണമാണ് പ്രധാനമായിട്ടും രാഹുൽ ഗാന്ധി അടക്കമുള്ള മുതിർന്ന കോൺഗ്രസ് നേതാക്കൾ ഉന്നയിച്ചത്. അത് അനുസരിച്ചായിരുന്നു തെരഞ്ഞെടുപ്പ് കമ്മീഷന്റെ വിശ്വാസ്യതയെ പോലും ചോദ്യം ചെയ്യുന്ന രീതിയിലേക്കുള്ള പ്രതികരണങ്ങൾ വിവിധ പാർട്ടികളുടെ നേതാക്കന്മാരുടെ ഭാഗത്തുനിന്നുണ്ടായത്. ഈ വിഷയത്തിന്മേലാണ് ഇപ്പോൾ തെരഞ്ഞെടുപ്പ് കമ്മീഷൻ വീണ്ടും രാഹുൽ ഗാന്ധിയെ ചർച്ചയ്ക്ക് വിളിച്ചിരിക്കുന്നത്. നേരത്തെ ഇത്തരമൊരു കാര്യം രാഹുൽ ഗാന്ധി ഉന്നയിച്ചപ്പോൾ തന്നെ അത് അപ്പാടെ നിരസിക്കുന്ന ഒരു രീതിയായിരുന്നു തെരഞ്ഞെടുപ്പ് കമ്മീഷന്റെ ഭാഗത്തു നിന്നും ഉണ്ടായിരുന്ന അടിസ്ഥാനരഹിതമായ ആരോപണങ്ങളാണ് രാഹുൽ ഗാന്ധി ഉന്നയിക്കുന്നതാണ് ആദ്യഘട്ടത്തിൽ തെരഞ്ഞെടുപ്പ് കമ്മീഷൻ പറഞ്ഞിരിക്കുന്നത്. ഇത് സംബന്ധിച്ചപ്പോൾ 12-ാം തീയതി, അതായത് ജൂൺ മാസം 12-ാം തീയതിയാണ് ഇത് സംബന്ധിച്ച് രാഹുൽ ഗാന്ധിക്ക് ഒരു കത്ത് എഴുതിയിരിക്കുന്നത്. അതായത് ഇതുമായി ബന്ധപ്പെട്ടുള്ള വിശദമായ ചർച്ചയ്ക്ക് തെരഞ്ഞെടുപ്പ് കമ്മീഷൻ തയ്യാറാണെന്നാണ്. രാഹുൽ ഗാന്ധിയുടെ ആരോപണങ്ങൾ അടിസ്ഥാനരഹിതമാണെന്ന് വീണ്ടും തെരഞ്ഞെടുപ്പ് കമ്മീഷൻ അടിവരയിട്ട് പറയുകയാണ്. പ്രധാനമായിട്ടും ഈ ലോക്സഭാ തെരഞ്ഞെടുപ്പിന് ശേഷം 42 ലക്ഷത്തോളം പേരെയാണ് ഈ വോട്ടർ പട്ടികയിലേക്ക് തിരികെ കയറ്റിയത്. അതോടൊപ്പം തന്നെ 58% നിയമസഭാ തെരഞ്ഞെടുപ്പിൽ 58% വോട്ടിംഗ് ശതമാനം 2 ദിവസത്തിന് ശേഷം 65-ലേക്ക് കൂടി. അതായത് 7% വർധനവുണ്ടായതിൽ വലിയ അസ്വാഭാവികതയാണ് രാഹുൽ ഗാന്ധി ചൂണ്ടിക്കാണിച്ചത്. ഇക്കാര്യങ്ങളൊക്കെ ചേർത്തായിരുന്നു രാഹുൽ ഗാന്ധി തെരഞ്ഞെടുപ്പ് കമ്മീഷൻ ആദ്യം ഒരു കത്ത് എഴുതിയത്. പക്ഷേ ആ കത്തിന് തെരഞ്ഞെടുപ്പ് കമ്മീഷൻ മറുപടി നൽകിയിരുന്നില്ല. ഇപ്പോൾ രാഹുൽ ഗാന്ധിക്ക് ഈ വിഷയവുമായി ബന്ധപ്പെട്ട് ചർച്ചയ്ക്ക് തയ്യാറാണെന്നാണ് ഇപ്പോൾ തെരഞ്ഞെടുപ്പ് കമ്മീഷൻ വ്യക്തമാക്കിയിരിക്കുന്നത്. ഈ ചർച്ചയുടെ സ്ഥലവും സമയവും രാഹുൽ ഗാന്ധിക്ക് തീരുമാനിക്കാമെന്നും ഈ കത്തിൽ തെരഞ്ഞെടുപ്പ് കമ്മീഷൻ പറയുന്നുണ്ട്. പക്ഷേ ഇതുമായി ബന്ധപ്പെട്ട് രാഹുൽ ഗാന്ധിയുടെ ഒരു പ്രതികരണം ഇതുവരെയും വന്നിട്ടില്ല. എന്തായാലും മഹാരാഷ്ട്ര തെരഞ്ഞെടുപ്പ് ഒരു ആരോപണവുമായി ബന്ധപ്പെട്ട് ഇനിയിപ്പോൾ ഈ ബീഹാർ അടക്കമുള്ള സംസ്ഥാനങ്ങളിൽ തെരഞ്ഞെടുപ്പ് വരാനിരിക്കുകയാണ്. അതിന് മുന്നോടിയായിട്ടാണ് രാഹുൽ ഗാന്ധി വീണ്ടും ഈ ആരോപണം ഉന്നയിച്ചിരിക്കുന്നത്. എന്തായാലും തെരഞ്ഞെടുപ്പ് കമ്മീഷൻ രാഹുൽ ഗാന്ധി ഇപ്പോൾ വീണ്ടും ചർച്ചയ്ക്കായി ക്ഷണിച്ചിരിക്കുകയാണ്.